എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് ജലസേചന സൗകര്യം പര്യാപ്തമല്ലെന്നിരിക്കെ ബ്രൂവറി അനുവദിച്ചാൽ ജലക്ഷാമം രൂക്ഷമാവുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂസ് മാത്യു. ഒന്നാം ഘട്ടമെന്ന നിലയിൽ 100 മണിക്കൂർ നിരാഹാരം നടത്തുമെന്ന് മാജൂസ് മാത്യു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ സംജാതമായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. എലപ്പുള്ളി പഞ്ചായത്ത് അടക്കമുള്ള മേഖലകളിൽ അവിടുത്തെ നെൽകർഷകർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ രണ്ടാം കൃഷിക്ക് ആവശ്യമായ ജലസേചന സൗകര്യം ലഭിക്കാതിരുന്ന സാഹചര്യം. കഴിഞ്ഞ തവണ 27 ദിവസം മാത്രമാണ് മലമ്പുഴയിൽ നിന്നുള്ള ജലം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചത്, നെൽകർഷകർക്ക് ലഭിച്ചത്. അതുപോലൊരു സാഹചര്യം നിൽക്കുമ്പോൾ ദിവസം ഏകദേശം 5 ലക്ഷം ലിറ്റർ വെള്ളം ബ്രൂവറി പ്ലാന്റ് വന്നാൽ അതുമായി ബന്ധപ്പെട്ട് മലമ്പുഴയിൽ നിന്ന് ഉപയോഗിക്കേണ്ടി വരുമെന്ന സാഹചര്യം നിൽക്കുമ്പോഴാണ് പാലക്കാട് മേഖലയിലെ മുഴുവൻ നെൽകർഷകരെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു തീരുമാനമാണത്. 20 ഏക്കർ സ്ഥലത്തു നിന്ന് മഴവെള്ള സംഭരണിയിലൂടെ ആവശ്യമായ ജലം കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രിയപ്പെട്ട മന്ത്രി രാജേഷ് പറയുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികതയില്ലാത്ത ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു നടപ്പാക്കാൻ സാധിക്കാത്തതാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും കർഷക സമൂഹത്തിനും മന്ത്രിക്കും തന്നെ പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലൊരു സാഹചര്യത്തിൽ പാലക്കാട്ടെ നെൽകർഷകർ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് നെൽകർഷകർ. അവരുടെ ഉൽപ്പാദന ചിലവ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവില പോലും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. സംഭരിച്ചതിൻ്റെ വില തന്നെ പാടി റെസിപ്റ്റായി കൈമാറുന്ന സാഹചര്യത്തിലുമാണുള്ളത്. ഇതുപോലെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നെൽകർഷകർക്ക് വലിയൊരു ഇടിത്തിയായിരിക്കും ഈ ബ്രൂവറി പ്ലാന്റ് ഇവിടെ വന്നാൽ എന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട്ടെ കർഷക സമൂഹത്തിൻ്റെ ആശങ്കകൾക്കൊപ്പം കർഷക കോൺഗ്രസ് ചേരുകയാണ്. ഈ പ്ലാന്റിനെതിരെ ഞങ്ങൾ വ്യവസായങ്ങൾ വരുന്നതിനോ ഒന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ കർഷക സമൂഹത്തിൻ്റെ നിലവിൽ നിൽക്കുന്ന ജലദൗർബല്യം പരിഹരിക്കാനുള്ള യാതൊരു നടപടിയുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു പ്ലാന്റുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ ഈ മേഖലയിലുള്ള നെൽകർഷകർ വലിയ ദുരിതത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഈ രീതിയിൽ വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ പാലക്കാട് 5 വിളക്കിന് മുന്നിലാണ് നിരാഹാരം അനുഷ്ഠിക്കുക. നെല്ലിന്റെ സംഭരണ വില 40 രൂപയാക്കണമെന്നും സംഭരണത്തിന് തരംതിരിക്കലുമായി ബന്ധപ്പെട്ട് 1606 കോടി രൂപ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് ഇതിനായി വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ, നേതാക്കളായ അഡ്വക്കേറ്റ് സുരേഷ് കോശി, ജി ശിവരാജൻ, ടി സി ഗീവർഗീസ്, ഇ എം ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.